ഇന്ന് നമ്മൾ കുറച്ച് ഹെന്ന കോൺസ് പാക്ക് ചെയ്യാണ്ട്. പെരുന്നാളൊക്കെ ആയില്ലേ, മൈലാഞ്ചി ഇല്ലാതെ എന്ത് പെരുന്നാൾ അല്ലേ? പക്ഷെ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം എനിക്ക് മര്യാദയ്ക്ക് എസ്തെറ്റിക് ആയിട്ടൊന്നും പാക്ക് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇനി നമ്മളെ ദിവസം എന്ന് പറയാനൊന്നുമില്ല, 2 ദിവസം ഇങ്ങനെ പെരുന്നാൾ ഇവിടെ എത്തും. ഓൾറെഡി കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് സെറ്റായി പാക്ക് ചെയ്ത് കൊടുക്കണ്ടേ. പെരുന്നാളൊക്കെ അല്ലേ വിചാരിച്ചിട്ട് കുറേ സ്റ്റോക്ക് അങ്ങോട്ട് ഇറക്കി, ബോക്സും പാക്കിംഗ് കവറും മെറ്റീരിയൽസും ഒക്കെ. പക്ഷെ ഇങ്ങനെ ആവുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നതിന് 3 ദിവസം മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ എൻ്റെ ഫോൺ എനിക്ക് വലിയൊരു പണി. പോരാത്തന്നെ എക്സാമും ഒക്കെ കൂടെ വന്നൊരു സ്ട്രെസ്സ് ഉരുണ്ട് തലയിൽ കയറിയിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കാലം ഇരുന്ന് പഠിക്കാം, അത് കണ്ടിട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പഠിച്ചിട്ട് മര്യാദയ്ക്ക് എക്സാം എഴുതാൻ പറ്റുമോ? അതുമില്ല. എന്നാൽ എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുമോ? അതുമില്ല. ഇപ്പം എന്താ പോയത്? സമാധാനം പോയി. പിന്നെ അത് കംപ്ലീറ്റ് നിർത്തി വെച്ച് പഠിക്കാമെന്ന് പറഞ്ഞ സാധനം എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരേ ഒരു കാര്യം ആലോചിച്ചിട്ടാണ്. ഈ കാരണം കൊണ്ടാണ് മാർക്ക് പോയതെന്ന് പറയാൻ പാടില്ല. ഇന്നെക്കാട്ടും വേവലാതിയാണ് പലർക്കും എൻ്റെ മാർക്കിനെ കുറിച്ച്. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നോട് ഇന്നെ അറിയുന്ന പലരും പറഞ്ഞിരിക്കണേ പരീക്ഷൻ്റെ നേരത്ത് പഠിപ്പ് നോക്കിയാൽ മതി, ബാക്കിയുള്ളത് പിന്നെ നോക്കാം, അതിൻ്റെ ആവശ്യമില്ലാന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. നമ്മളെ ലൈഫിന് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളെ ലൈഫിന് ഹാപ്പിനെസ് തരുന്ന കാര്യം, അത് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. എല്ലാം കൊണ്ടുപോവാം, ഒപ്പം ഹാപ്പിനെസ് തരുന്ന കാര്യം ഒപ്പം കൊണ്ടുപോകാം, എന്നിട്ട് മതി ബാക്കിയുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പെരുന്നാളൊക്കെ അല്ലേ വിചാരിച്ചിട്ട് ഓർഡേഴ്സൊക്കെ റമദാനിൽ അവൾ എടുക്കില്ല. സോ റമദാൻ ഗെയിമിൻ്റെ കുറേ കാർഡ്സൊക്കെ അടിച്ചടി. ഇപ്പം എന്തുണ്ടായി? ഇനിയിപ്പോൾ സാരമില്ല, പേപ്പേഴ്സ് അല്ലേ, അടുത്തൊല്ലം യൂസ് ചെയ്യാമല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. പെരുന്നാൾ മാത്രം വേണമെന്നില്ലല്ലോ മൈലാഞ്ചി ഇടാൻ. അപ്പോൾ അടുത്ത വലിയ പെരുന്നാൾ വരണില്ലേ, അപ്പോൾ എല്ലാവരും മറക്കാതെ പേജ് സേവ് ചെയ്തൊക്കെ. പിന്നെ ഇതിൻ്റെ ഹെന്ന ബുക്കിങ്സും അതേപോലെ തന്നെ ഏപ്രിൽ മെയിലേക്കുള്ള ഹെന്ന ബുക്കിങ്സും ഓപ്പൺ അയക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. മലപ്പുറം ഓൾ ഓവർ ഹോം സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ മറക്കാതെ ലൈക്കൊക്കെ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഓക്കെ.